വാഴത്തോട് PRC PPC ബഹുമാനപ്പെട്ട ഹരിസത്തിൽ സാറേ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം പ്രതീക്ഷിച്ചിരുന്ന ഒരു സദസ്സാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. പരമ്പരാഗത വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് നമ്മളുടെ പ്രോജക്റ്റ് ഈ മാസത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാമോടുകൂടി അവസാനിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അതിൻ്റെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുണ്ട്. സാധാരണ നമുക്ക് അവരെ അങ്ങനെ എളുപ്പത്തിൽ ലഭ്യമാവാറില്ല. IRTCയിലേക്ക് പോയി കാണേണ്ടതാണ്. പക്ഷേ അവരുടെ ഒരു താല്പര്യം കൊണ്ട് അവർ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന് രണ്ടുപേരും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ കൂടിയത്. നമുക്കിന്ന് ഈ ക്ലാസ് ചർച്ച വേദിയിലെ സദസ്സിലെ ബഹുമാനരെ, പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, നാം ഈ വർഷം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സ്ട്രീം എന്ന പ്രൊജക്റ്റിൻ്റെ സ്ട്രീമിൻ്റെ കീഴിൽ നാം നടത്തി വരുന്ന ഈ പ്രൊജക്റ്റ്. അത് ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നൊരു ഘട്ടമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 4 ജില്ലകളിലാണ് ഈ സ്ട്രീം എന്ന പേരിൽ SSK സർവശിക്ഷാ കേരള SSKയും അതുപോലെ തന്നെ കുസാറ്റ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റും ആയി ചേർന്നിട്ട് നടത്തുന്ന ഈ സ്ട്രീം എന്ന പ്രൊജക്ട്. ഇതിപ്പോൾ ഈ വർഷം നിങ്ങൾക്കറിയാവുന്ന പോലെ 4 ജില്ലകളിലാണ് ഈ പ്രൊജക്ട് നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സബ് ജില്ല ഉൾപ്പെടെ മറ്റ് ഏകദേശം 12 സബ് ജില്ലകളിലും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികളാണ്, പ്രോജക്റ്റുകളാണ് ഓരോ സബ് ജില്ലയും ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ സബ് ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്ട്രീം പ്രോജക്റ്റുകളുടെ ലീഡിംഗ് പ്രോജക്റ്റായിട്ട് നടക്കുന്നത് നമ്മുടെ സബ് ജില്ലയിലാണ്. അതിൻ്റെ കെട്ടിലും മട്ടിലും നടത്തിപ്പിലും എല്ലാം മറ്റ് ജില്ലകൾക്കും സബ് ജില്ലകൾക്കും മാതൃകയായിട്ടാണ് നമ്മുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതിലാദ്യം തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. സബ് ജില്ലയിലെ ഇവിടെ ഒരു ഹബ്ബ് സ്കൂളുണ്ട്. ഈ ഹബ്ബ് സ്കൂൾ എന്ന് പറയുന്നത് കൊടുവായൂർ സ്കൂൾ. പക്ഷെ ഹബ്ബ് സ്കൂൾ മാത്രം കേന്ദ്രീകരിച്ചല്ല. അതുപോലെ നമുക്ക് ഈ സ്കൂൾ സൗകര്യം ചെയ്തു തന്ന അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന ഈ സ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീമതി ചന്ദ്രിക ടീച്ചറെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിനോദ് മാഷിൻ്റെ ഉപദേശം കൊണ്ടാണ്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അഡ്വൈസറായ വിനോദ് മാഷാണ് സമയാസമയങ്ങളിലും BRCക്ക് നിങ്ങൾക്കൊക്കെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകാൻ അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോജക്റ്റിലെ റിസർച്ച് അസിസ്റ്റൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, റിസർച്ച് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ആമുഖം പറയുന്നതിനായിട്ട് വിനോദ് മാഷ് ക്ഷണിക്കുന്നു. സന്തോഷം. അപ്പൊ ഈ രീതിയിൽ ഇത് നേരിട്ട് ഇത്തരം ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ എന്ത് സഹായമാവും? കേന്ദ്ര സഹായമാണെങ്കിൽ അങ്ങനെ, സബ്സിഡി ആണെങ്കിൽ അങ്ങനെ, ഇത് ചെയ്യാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അന്ന് നിർഭാഗ്യവശാൽ മാഡം അവിടെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ മറ്റ് വിഷയങ്ങളിൽ എന്തൊക്കെയാണോ നമ്മൾ ചോദിച്ചറിഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട് ചെയ്യണം. നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ ഒക്കെ കഴിഞ്ഞ് പ്രസന്റേഷൻ ആ ഒരു രൂപത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? അതന്നെയല്ലേ അതിൻ്റെ പ്രോഗ്രസ്? ആരെങ്കിലും ബാക്കിൽ നിൽക്കുന്നുണ്ടോ? കുറച്ചുകൂടി ഡാറ്റ കളക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനൽ പ്രോജക്റ്റ് ഇനി നെക്സ്റ്റ് മന്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. സെമിനാറാണ് നിങ്ങൾക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ഇന്നത്തെ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് സംസാരിച്ചിട്ടൊരു തിരക്കുണ്ട്, സോ അവിടേക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ
കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഏത് ജോലിക്ക് പോകാനാണ് ഇഷ്ടം? ഡോക്ടർ ആവണമെന്ന് പറയുന്ന വിധത്തിലുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ടോ? എഞ്ചിനീയേഴ്സ് എത്ര പേരുണ്ട്? എഞ്ചിനീയർമാർ ഒരാളേ ഉള്ളൂ. പേടിക്കണ്ട, ബിടെക്കുകാർ കുറേ ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് അവരുടെ കൂട്ടത്തിൽ അടുത്ത ആളായിട്ട് ആവാൻ പറ്റും. ഇതിൽ IT ഫീൽഡിലേക്ക് പോകണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി? താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും സ്ട്രീം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഈ ഒരു ടോപ്പിക് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഒരു കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനം വളരെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2022 മുതൽ ഈ 25 വരെ വന്ന ആ ഒരു കണക്കുകൾ അനുസരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്യുന്ന ജോബിനെ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണമെന്നില്ല. അവരുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടിപ്പ്. അതായത് നിങ്ങളുടെ സമയം കളയുന്നില്ല. സ്ട്രീം പ്രോജക്റ്റിനെ കുറിച്ച് വളരെയധികം കേൾക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ തോന്നുന്നു, കൊല്ലങ്കോട് ജില്ലയിൽ നിന്നാണ്. ഈ ഒരു പദ്ധതിയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളിലേക്ക് കൃത്യമായി അത് എത്തിക്കുന്നതിൽ കൊല്ലങ്കോട് BRC പൂർണ്ണമായും തന്നെ ഏകദേശം വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അതിനെല്ലാം ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് നിങ്ങളുടെ BPC ഹയർ സെക്കൻഡറി മാഷിനും AEO സൗന്ദര്യ മാഡത്തിനുമാണ്. അപ്പോൾ ഒരു നല്ല കൈയ്യടി അവർക്ക് കൊടുക്കേണ്ടത്. പ്രോജക്റ്റിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. വലിയ കാഴ്ചപ്പാടുകളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് ശരിയായ അർത്ഥത്തിൽ നടപ്പിലാവുമ്പോഴാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ മുതിർന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് സ്ട്രീം പ്രോജക്റ്റ്. അപ്പം അതിൽ പല പല സ്കൂളുകൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ എത്രയോ കാര്യങ്ങൾ മാഡം പറഞ്ഞു അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ്സ് നിങ്ങൾ പഠിക്കുകയാണ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കുന്നു. അതിൽ തന്നെ ഇന്ന് നിങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം തന്നെ മറ്റു പലരും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന വിഷയങ്ങളാണ്. മുതിർന്ന ആളുകളിൽ നിന്ന് പോലും തെന്നി മാറിപ്പോയൊരു വിഷയത്തിലാണ് നിങ്ങളിവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗവേഷണം എത്രയൊക്കെ അർത്ഥത്തിൽ നടത്താം, എത്രയൊക്കെ വ്യാപ്തിയിൽ നടത്താം എന്നുള്ളതിൻ്റെ ചെറിയ രൂപങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു പോവുകയാണ്. അതോടൊപ്പം പുതിയ പുതിയ ചില അറിവുകൾ നേടുന്നു. അതെങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്നു. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് മാഡം ഇത്ര നേരം പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അറിവുകൾ, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ നിന്നും ചില പുതിയ കണ്ടെത്തലുകൾ സമാഹരിച്ച് പുതിയ ചില അറിവുകൾ നമ്മുടെ ലോകത്തിലേക്ക് നൽകുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയിലാണ് നിങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം അത് ചിലപ്പോൾ പ്രോട്ടോടൈപ്പുകളാവാം, ഭാവിയിൽ ചില പ്രോഡക്റ്റുകളാവാം, ചിലപ്പോൾ അത് പേറ്റന്റുകളും ആവാം. അപ്പോൾ പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലം മുൻപ് വരെ വിദേശ രാജ്യങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ വളരെ വികസിതങ്ങളായ രാജ്യങ്ങൾക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെയധികം വികസിച്ചു കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയും വലിയ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുവ സംരംഭകർക്കും കുട്ടി സംരംഭകർക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരുണ്ട്. അവർക്ക് വേണ്ടത്ര ധനസഹായം നൽകാനുള്ള ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കൂടെയുണ്ട്. ടെക്നിക്കൽ നോഹൗ തരുന്ന ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ KFRI പോലെ നിങ്ങൾ പോയിട്ടുണ്ടോ? KFRIയിൽ പോയിട്ടുണ്ടോ? പോകേണ്ട സ്ഥലമാണ് KFRI. ഞാനൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് KFRIയിൽ. സജീവ് സാറിൻ്റെ സെഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അറിവുകൾ ഗവേഷണ അഭിരുചിയെ വളർത്താനും ഗവേഷണ ഫലങ്ങളെ നാടിന് പരിചയപ്പെടുത്താനും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയി തയ്യാറായിരിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ട് സാറിനെ പോലെ വിരമിച്ചിട്ടും വിശ്രമമില്ലാതെ നടക്കുന്ന സാറിനെ പോലെ ചില പ്രത്യേക വിഷയങ്ങളിൽ അറിവ് പങ്കുവയ്ക്കാൻ, എക്സ്പെർട്ടൈസ് പങ്കുവയ്ക്കാനുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോൾ അത് മുഴുവനും പല രീതിയിലും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതിന് അവസരം ഉണ്ടായത് നിങ്ങളെല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമാകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ ലഭ്യമാകുന്നത്.
നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. പഠന പിന്തുണാ പ്രവർത്തനങ്ങളും ഒപ്പം DLED എക്സാം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഉച്ചയ്ക്ക്. ഒരു പ്രധാന അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസം രാവിലെയാണ് പറയുന്നത് സ്ട്രീമിൻ്റെ പ്രോജക്റ്റ് നമ്മുടെ സ്കൂളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്മാർട്ട് റൂം ഒരു മീറ്റിങ്ങിന് ഒന്നും ഉചിതമല്ലാത്ത അല്ലെങ്കിൽ ക്ലാസ് റൂമുകളില്ലാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങളൊരു 2 ആഴ്ചയായിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മോൻ RBIയിൽ വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ നേതൃത്വത്തിൽ കിട്ടിയ ഒരു ചെറിയൊരു എമൗണ്ടും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചാർജ്, പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു സ്മാർട്ട് റൂം, ഒരു പാരൻസ് മീറ്റിംഗ് നടത്താനുള്ള ഒരു ഹാള് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പരിപാടിയും ആദ്യമായി ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് ചെയ്യാനൊരു അവസരം വേണമെന്ന് എൻ്റെ റിസർച്ചിൻ്റെ ഗവേഷകയായിട്ടുള്ള ഞങ്ങളുടെ സോഷ്യൽ സയൻസ് അധ്യാപിക മഞ്ജുള ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു വേദി ഒരുക്കുകയും ഈ ഒരു പരമ്പരാഗത വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടം കൈവരിക്കാനായി നീണ്ട പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലങ്കോട് BRCയെ പ്രമുഖ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നേതൃത്വമെടുത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ കൊല്ലങ്കോടിൻ്റെ അഭിമാനമായ സ്വകാര്യ അഹങ്കാരമായ BPC ശ്രീ ഹരിചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജൈസ്ഡ് ആൻഡ് മോട്ടിവേഷൻ തരുന്ന നമ്മുടെ AEO മാഡം സൗന്ദര്യ, അവരുടെ നിങ്ങളുടെ സ്പീച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ട്രേഡ് മാർക്കറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മൺപാത്രങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ IIT അല്ലെങ്കിൽ മെഡിസിനൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഹൈ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്താലും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇല്ലാതെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ ഇത്തരത്തിലുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യവസായങ്ങളും അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് തിരിച്ചു വരാനും എങ്ങനെ കുട്ടികൾ വളർന്നു വരണം, മൂല്യവത്തായിട്ടുള്ള പെരുമാറ്റ മൂല്യങ്ങൾ പഠിക്കേണ്ടതും കൂടി ഇതിൽ പഴയ കാലത്തുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ വളരെ സന്തോഷപൂർവ്വമായി സമാധാനപരമായി ജോലി ചെയ്തിരുന്ന ഈ ഒരു കരിയറിലേക്കൊക്കെ തിരിച്ചു വരാൻ, അതിൻ്റെ ഗവേഷണം അത് ഏത് രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതെല്ലാം മനസ്സിലാക്കി പഠിക്കാനായിട്ട് അതിനൂതനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് മുന്നോട്ട് നല്ല സമാധാനപരമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റുഡൻസ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ആയിട്ട് മാറാൻ. എന്താ ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ മേയുമായിട്ട് ചോദിച്ചു ആർക്കെങ്കിലും IITയിൽ